ഏതോ നടി വിളിച്ചു പറയുന്ന കഥകൾക്ക് പുറകെ ആർത്തി പിടിച്ചു നടക്കുന്ന മാധ്യമങ്ങൾ ഇതുപോലുള്ള വാർത്തകൾ അകത്തെ പേജിലേക്ക് തള്ളിവിടും. ക്യാൻസറിനുള്ള ഇഞ്ചക്ഷൻ നിറച്ച വയലിന് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കൊടുക്കുന്ന വില സാധാരണ ആശുപത്രികൾ കൊടുക്കുന്ന വിലയേക്കാൾ 7 ഇരട്ടി കൂടുതലാണെന്ന്. 8681 ഇഞ്ചക്ഷനുള്ള മരുന്ന് സംഭരിച്ചപ്പോൾ 2.3 കോടി രൂപ നഷ്ടം വന്നത്രേ. പുതുതായി ചുമതലയേറ്റ ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുത്തതാണ് ഇത്രയും നഷ്ടം വരാൻ കാരണമെന്നാണ് വാർത്ത. ഈ ഉദ്യോഗസ്ഥർ സ്കൂൾ പഠനം കഴിഞ്ഞ് നേരെ ഇവിടേക്ക് വന്നതാണെന്ന് തോന്നും ഇത് വായിച്ചാൽ. വാർത്ത വളച്ചൊടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് തോന്നും വെറും 2,30,00,000 നഷ്ടം വന്നുള്ളൂ എന്ന്. എന്നാൽ ശരിയായ വിലയിൽ മേടിച്ചിരുന്നുവെങ്കിൽ 8681 ഇഞ്ചക്ഷനുകൾക്ക് പകരം 58,000 ഇഞ്ചക്ഷനുകൾ മേടിക്കാൻ ആ പണം മതിയായിരുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് അനീതിയുടെ ആഴം മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ വെറും 50 ലക്ഷത്തിന് മേടിക്കേണ്ട മരുന്നിന് 2,80,00,000 രൂപ ചെലവാക്കി എന്നുകൂടി പറയണം. കേരളം മുഴുവൻ സർക്കാർ ആശുപത്രികളിലേക്ക് മരുന്ന് മേടിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? 2023 കാലത്ത് 10 ദിവസത്തിനിടെ 3 വലിയ മരുന്ന് ഗോഡൌണുകൾ കത്തി നശിച്ചു. ആരെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതായി പറഞ്ഞു കേട്ടിട്ടേയില്ല. മനുഷ്യന്റെ ഏറ്റവും നിസ്സഹായമായ അവസ്ഥയാണ് ക്യാൻസർ പോലൊരു രോഗം. അതിന്റെ ചികിത്സ സമ്പന്നരായവർക്ക് പോലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാവപ്പെട്ട രോഗികൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല എന്ന അവസ്ഥയുണ്ടാകുമ്പോൾ അവർ എന്ത് ചെയ്യും? പാവപ്പെട്ടവന്റെ ജീവനെ ഇത്ര നിസ്സാരമാക്കുന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കരുത്തരായ നേതാക്കൾക്ക് ഈ അനീതികൾ 50% കുറയ്ക്കാൻ കഴിഞ്ഞാൽ വരുന്ന മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കൂ. വലിയ മാധ്യമങ്ങൾ പീഡന കഥകൾ പറഞ്ഞ് മലയാളികളുടെ കണ്ണിൽ പൊടിയിടുമ്പോൾ കേരളം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും മുന്നിൽ കാണുന്ന ഈ തരം അനീതികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയാൻ ശ്രമിക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് സമയമെടുക്കുന്ന ഉദ്യോഗസ്ഥരോട് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. സമയത്ത് മരുന്ന് ലഭിക്കാതെ ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ രോഗങ്ങൾക്ക് മുന്നിൽ പിടഞ്ഞു വീഴും. ആ കുടുംബങ്ങളുടെ കണ്ണുനീർ കേരളം എന്ന നാടിനെ പൊള്ളിക്കും. എന്റെയും നിങ്ങളുടെയും വരും തലമുറകൾ ആ ചൂടിൽ ഉരുകിത്തീരും. അതിന് ദയവ് ചെയ്ത് ഇടവരുത്തരുത്. പാവപ്പെട്ടവന്റെ മരുന്നുകളെങ്കിലും വെറുതെ വിടണം.